പെൺകുട്ടികളിൽ അണ്ഡാശയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് PCOD. ചില ഘട്ടങ്ങളിൽ സർജറിയിലൂടെ മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുക. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ R. പത്മകുമാർ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. നമ്മൾ ലാപ്രോസ്കോപ്പി സംവിധാനത്തിലോ അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സർജറിയിലൂടെ നമ്മൾ PCODക്ക് ചികിത്സിക്കണം എന്നുള്ള ആവശ്യം വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. അതിനകത്ത് നമുക്ക് വളരെ വലുതായിട്ട് കാണാം, കൃത്യമായിട്ട് കാണാം. നമ്മുടെ കുടലിനെ ഒന്നും തൊടാതെ തന്നെ യൂട്ടസിലോ അല്ലെങ്കിൽ യൂട്ടസിൻ്റെ പ്രധാനപ്പെട്ട ട്യൂബുകളുണ്ടല്ലോ, ഫെലോപ്പിയൻ ട്യൂബുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കേടോ വരാതെ ഈ അണ്ഡാശയത്തിലെ സിസ്റ്റുകളെ നമ്മൾ പങ്ക്ചർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വലിയ സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കവർ നിലനിർത്തിയിട്ട് അകത്തുനിന്ന് സിസ്റ്റ് മാത്രം മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഓവറിയുടെ ടിഷ്യൂ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നീടുള്ള വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറയും. അപ്പം നമ്മൾ ചെയ്യുന്നതേ നമുക്കൊരു പ്രയോജനം വരാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഗത്തെ സിസ്റ്റ് മാറ്റിയിട്ട് വന്ധ്യതയൊക്കെ വരാതിരിക്കാനോ അല്ലെങ്കിൽ വന്ധ്യതയുള്ള ആൾക്കാർക്ക് അത് മാറ്റി കിട്ടാൻ വേണ്ട. അപ്പം അണ്ഡാശയത്തിന് ഒരു കേടും വരാതെ സിസ്റ്റുകളെ മാത്രം മാറ്റാനായിട്ടും അതേസമയം കുടലിനൊരു വിഷമവും ഇല്ലാതിരിക്കാൻ യൂട്ടസിൻ്റെയൊക്കെ ചെക്ക് ചെയ്യാനാണെന്നുണ്ട്. യൂട്ടസിൻ്റെ ട്യൂബുകൾക്ക് ബ്ലോക്ക് ഉണ്ടോ ഇതെല്ലാം പരിശോധിച്ച് ഒറ്റയടിക്ക് തന്നെ പോരാൻ പറ്റുന്നത് കീഹോൾ സംവിധാനത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 days കഴിയുമ്പോൾ അവർക്ക് സാധാരണതയിൽ ഏർപ്പെടാം. അവർക്ക് കുട്ടികളുണ്ടാവുന്നതിനാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ സാധ്യമാവും, മുറിവുകളില്ലാത്തതുകൊണ്ട്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.